പഞ്ചാബിലെ ലുധിയാന, അവിടെ ഭോറ എന്നൊരു ഗ്രാമം. കഷ്ണങ്ങളാക്കിയ ശരീരഭാഗങ്ങൾ ഒരു സ്കൂളിന് സമീപത്തെ ആളൊഴിഞ്ഞ ഭാഗത്താണ് കണ്ടെത്തുന്നത്. ജലന്ധർ ബൈപ്പാസിന് സമീപം 30 വയസ്സുള്ള ദേവീന്ദ്രാണ് കൊല്ലപ്പെട്ടതെന്ന് ആദ്യം തന്നെ വ്യക്തമായി. ദേവീന്ദ്രന്റെ വീട്ടിൽ നിന്ന് ഏകദേശം 3 കിലോമീറ്റർ മാത്രം അകലത്തിലുള്ള സ്ഥലമാണ് ഇത്. അവിടെയാണ് ഒരു വെള്ള നിറത്തിലുള്ള പ്ലാസ്റ്റിക് വീപ്പയിൽ തലയും നെഞ്ചുവരെയുള്ള ഭാഗവും വെട്ടി മുറിച്ച നിലയിൽ കാണപ്പെട്ടത്. ഈ ദേവീന്ദർ മുംബൈയിലാണ് ജോലി ചെയ്തിരുന്നത്. മുംബൈയിൽ നിന്നും ഏതാണ്ട് 2 ദിവസം മുമ്പ് മാത്രമാണ് ഇയാൾ സ്വന്തം നാടായിട്ടുള്ള ലുധിയാനയിലെത്തിയത്. മുംബൈയിൽ ഡിജിറ്റൽ പ്രിന്റിംഗ് വർക്കാണ് ദേവീന്ദറിന്റെ ജോലി. അങ്ങനെ ഇതിന്റെ വിപുലീകരണത്തിന്റെ ഭാഗമായി ഡിജിറ്റൽ പ്രിന്റിംഗ് മെഷീനുകൾ വാങ്ങാൻ വേണ്ടിയാണ് ദേവീന്ദർ ഇത്തവണ നാട്ടിലേക്ക് എത്തിയത്. വീട്ടിൽ എത്തി ഏതാണ്ട് ഉച്ചയ്ക്ക് 2:15 എത്തുന്നു. 15 മിനിറ്റ് മാത്രമാണ് സമയം വീട്ടിലിരുന്നത്. അതിനുശേഷം നേരെ ഇറങ്ങി ഒരു സുഹൃത്തിനെ കാണാൻ പോകുന്നു എന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്ന് ദേവീന്ദർ ഇറങ്ങുന്നത്. പറഞ്ഞ സമയം കഴിഞ്ഞിട്ടും വരാത്തതോടെ നാട്ടുകാർ അന്വേഷണം ആരംഭിച്ചു. ഒടുവിൽ പോലീസിനെ സമീപിച്ചു. പിറ്റേന്ന് രാവിലെയാണ് ശരീരഭാഗങ്ങൾ കണ്ടെത്തുന്നത്. മാലിന്യം ശേഖരിക്കാൻ എത്തിയവരാണ് ഒരു പ്ലാസ്റ്റിക് വീപ്പയിൽ ഈ തലയും നെഞ്ചിന്റെ ഭാഗവും മറ്റു ശരീരഭാഗങ്ങൾ പലയിടങ്ങളിലായി ചിതറിക്കിടക്കുന്ന രീതിയിലും കണ്ടെത്തിയത്. കൈകാലുകളും വയറിന്റെ ഭാഗങ്ങളുമായിരുന്നു ചിതറിക്കിടക്കുന്ന മട്ടിൽ. ഏതാണ്ട് ഈ വീപ്പയിൽ തലഭാഗം വെച്ചിരുന്നതിന്റെ ഏതാണ്ട് 1/2 കിലോമീറ്റർ അകലെയായിരുന്നു ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം. ശരീരഭാഗങ്ങൾ ചിലതൊക്കെ കത്തിയ സാഹചര്യവും ഉണ്ടായിരുന്നു. ഒരു കത്തിയ നിലയിലാണോ മറ്റു ഭാഗങ്ങൾ കണ്ടെത്തിയത്. അതായത് പോലീസ് പറയുന്നത് കൊന്ന ശേഷം അത് കത്തിക്കാൻ ശ്രമം നടത്തിയെന്നാണ്. ഇനി ഒരു പ്രാഥമിക അന്വേഷണം പോലീസ് നടത്തിയപ്പോൾ അതിൽ ചില ദൃശ്യങ്ങളൊക്കെ നിർണായകമായി. ദേവീന്ദ്രന്റെ സുഹൃത്താണ് ആ സംശയമുനയിലേക്ക് എത്തിയാൽ. ഷേര എന്നാണ് പേര്. ഷേരയും മറ്റൊരാളും ചേർന്ന് ഈ ദേവീന്ദ്രന്റെ ശരീരഭാഗം കണ്ടെത്തിയ വീപ്പ അത് ചുമന്നുകൊണ്ട് പോകുന്ന CCTV ദൃശ്യങ്ങളാണ് പോലീസിന് തുമ്പായത്. ഷേരയോട് ചോദ്യങ്ങൾ ചോദിച്ചു. കാര്യങ്ങൾ വിശദമായി തേടി പോലീസ്. പക്ഷേ ഷേര പറഞ്ഞത് ബൈക്ക് ചോദിക്കാൻ വേണ്ടി ദേവീന്ദർ വീട്ടിലേക്ക് വന്നിരുന്നു എന്നാണ്. ലഹരിമരുന്ന് വിൽപ്പനയൊക്കെ നടത്തുന്ന ഒരാളാണ് ഷേര. പലപ്പോഴും പല ലഹരിമരുന്ന് കേസുകളിലും പിടിയിലായിട്ടുമുണ്ട്. ഈ പറയുന്ന ദേവീന്ദറും കൊല്ലപ്പെട്ട ദേവീന്ദറും ചിലപ്പോഴൊക്കെ മയക്കുമരുന്ന് ഉപയോഗിച്ചിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. മയക്കുമരുന്ന് ഇടപാടിലെ തർക്കമാണോ ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന് ഒരു സംശയമുണ്ട്. പക്ഷെ അതിലൊരു വ്യക്തത ഇനിയും വരണം. ഷേരയും സഹായിയെയും പോലീസ് കസ്റ്റഡിയിൽ വെച്ചിരിക്കുകയാണ്. എന്താണ് കൊലപാതക കാരണമെന്നാണ് പോലീസിന് അറിയേണ്ടത്. മറ്റൊരു സ്ഥലത്ത് വെച്ച് കൊന്ന ശേഷം മൃതദേഹം ഈ ജലന്ധർ ബൈപ്പാസിന് സമീപം കൊണ്ട് തള്ളിയതാണ് എന്നാണ് പോലീസിന്റെ സംശയം. എന്താണെങ്കിലും ആ നാട്ടുകാർ പരിഭ്രാന്തിയിലാണ്. അതിന് ചില കാരണങ്ങളുമുണ്ട്. ഈ കഴിഞ്ഞ ദിവസം, അതായത് ജനുവരി 6-ാം തീയതിയാണ് ഒരു കത്തിക്കരിഞ്ഞ ശരീരം ഈ പ്രദേശത്ത് നിന്ന് തന്നെ കണ്ടെത്തിയത്. കഴിഞ്ഞ ജൂണിൽ അഴുകി തുടങ്ങിയ ഒരു മൃതശരീരം ഒരു പ്ലാസ്റ്റിക് ഡ്രമ്മിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. തൊട്ടടുത്ത മാസം ജൂലൈയിൽ ചാക്കിൽ കെട്ടിയ നിലയിൽ ഒരു സ്ത്രീയുടെ മൃതദേഹം അവിടെ നിന്ന് കിട്ടി. സെപ്റ്റംബർ എത്തിയപ്പോൾ അതിക്രൂരമായി കൊന്ന ഒരു ശരീരം കണ്ടെത്തുന്ന സാഹചര്യമുണ്ടായി. കഴിഞ്ഞ വർഷം ഏപ്രിലിൽ 6 കഷ്ണങ്ങളായി വെട്ടിനുറുക്കിയ മറ്റൊരു പുരുഷ ശരീരമുണ്ടായി. അങ്ങനെ ഒരു കൊലപാതക പരമ്പര തന്നെ ആ നാട്ടിൽ ആ ജനങ്ങൾക്ക് മുന്നിൽ നടക്കുന്നു. അതെല്ലാം തന്നെ നിഷ്ഠൂരമായ കൊലപാതകങ്ങൾ. ദേവീന്ദറിന്റെ കൊലപാതകത്തിന് സമാനമാണ് ബാക്കിയെല്ലാം. അതുകൊണ്ട് തന്നെ പ്രദേശവാസികൾക്ക് വലിയ ആശങ്കയുണ്ട്. അവർ പോലീസ് ഒരു ഉത്തരം നൽകുമെന്നുള്ള പ്രതീക്ഷയിൽ കാത്തിരിക്കും. കുറ്റകൃത്യങ്ങളുടെ ഇരുണ്ട ലോകത്തേക്ക് മടങ്ങിയെത്താം ഇടവേളയ്ക്ക്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.